നമസ്കാരം. വിരാട വിനോദം ദ 60+ യങ്സ്റ്ററിൻ്റെ കാഴ്ചകളാണ്, പുതിയ കാഴ്ചകൾ. ഈ കാഴ്ചകൾ മലപ്പുറത്തെ ഒരു ഗ്രാമത്തിലൂടെയുള്ള ഒരു മോർണിംഗ് വാക്കാണ് കേട്ടോ. നിങ്ങൾ ഈ വീഡിയോ കണ്ടു നോക്കുക. മലപ്പുറം കണ്ടിട്ടില്ലാത്തവരോ അല്ലെങ്കിൽ മലപ്പുറം അത്ര പരിചയമില്ലാത്തവർക്ക് മലപ്പുറം ഗ്രാമഭംഗി എങ്ങനെയാണെന്നുള്ളത് ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോവാം. മലപ്പുറത്തെ ഒരു പ്രഭാതമാണ്. എവിടെയോ ഒരു കോഴി കൂവുന്നതൊക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നിന്നാണ് ഈ കോഴി കൂവുന്നത്. ഇത് ഒരു ട്രഡീഷണൽ രീതിയിലുള്ള മലപ്പുറത്തെ വീടിൻ്റെ ശൈലിയാണ് കേട്ടോ. അവിടെ ഒരു സ്ത്രീ രാവിലെ തുണി അലക്കുന്ന ശബ്ദമൊക്കെ കേൾക്കാം. ഇത് മലപ്പുറത്ത് കൊണ്ടോടിക്കടുത്തുള്ള കിഴിശ്ശേരി എന്ന് പറയുന്ന ഒരു ഗ്രാമമാണ്. ആ ഗ്രാമത്തിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. ട്രഡീഷണൽ വഴി, ഒരു നാടൻ വഴി, തിരക്കുറഞ്ഞൊരു വഴി, തെങ്ങിൻ തലപ്പുകൾ കണ്ട വീടിൻ്റെ ഒരു വ്യൂ ആണിത്. ഒരു ചെറിയ വാഴത്തോട്ടം, തെങ്ങിൻ തലപ്പുകൾ ഒക്കെ. ഒരു മോഡേൺ ഭവനം, വലിയൊരു കെട്ടിടം. മലപ്പുറത്ത് വൻപൻ കെട്ടിടങ്ങളുമുണ്ട്, വലിയ വീടുകളുമുണ്ട്, വലിയ മതിൽ. കിഴക്ക് പതിയെ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഉണ്ടോ? ഒരു പഴയ വീടാണത്. പുതുക്കിപ്പണിയാനുള്ള ശ്രമമാണ്. കല്ലും കട്ടയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് വെട്ടുകല്ലുകളാണ്. കാരണം വെട്ടുകല്ലിന് ധാരാളം ഉള്ള സ്ഥലമാണ് വെട്ടുകല്ലുകൾ. ഒരു പള്ളിയാണ്. ഭദ്രക്കാരായ സ്ത്രീകൾക്ക് നിസ്കാര സ്ഥലം. പഴയ ശൈലിയിലുള്ളൊരു കെട്ടിടം. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഓഫീസാണ്. പഴയ രീതിയിലുള്ള കെട്ടിടങ്ങൾ. ഒരു അങ്കണവാടി കെട്ടിടമാണ്. പുറത്തുനിന്ന് കാണുന്നവരല്ല, അകത്ത് നല്ല നീറ്റായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു സ്കൂട്ടർ യാത്രികൻ അങ്ങോട്ട് പോയി, ഒരു സ്കൂട്ടർ യാത്രികൻ മുമ്പോട്ട് പോകുന്നു. വിറക് കൂട്ടിയിട്ടിരിക്കുന്ന കണ്ട് റോഡ് സൈഡിൽ. ഇവിടെ ഒരു ഹോട്ടലുണ്ടാവണം. തീരെ തിരക്കില്ലാത്ത റോഡ്, അതുകൊണ്ട് നടക്കാൻ നല്ല ഒരു സുഖമുണ്ട്. വലിയ മതിലുകളും വലിയ വലിയ വീടുകളും ഒക്കെയാണ് ഇവിടെ ഉള്ളത്. നല്ല വളവുകളും ധാരാളമുള്ള ഒരു ചെറിയ വഴിയാണ് കേട്ടോ. എല്ലാ ജംഗ്ഷനിലും ഇതുപോലെയുള്ള വാർണിംഗ് മിററുകൾ ഇവിടെ എല്ലാം സ്ഥാപിച്ചിട്ടുണ്ട്. എല്ലാ ജംഗ്ഷനുകളിലും അല്ല, എല്ലാ വളവുകളിലും ഉണ്ട് കേട്ടോ. നബിദിനാശംസകളുടെ ബോർഡ് ഇപ്പോഴും ഇവിടെ തൂങ്ങിയിരിക്കുന്നു. വെളിച്ചം കൂടിക്കൂടി വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ വയലിലെത്തി. സൂര്യപ്രകാശമൊക്കെ കാണാം. നന്നായിട്ട് വെളിച്ചം വന്നു തുടങ്ങി. കമുകൻ പാടങ്ങൾ, കമുകൻ തോപ്പൊക്കെ കാണാം കേട്ടോ. ഇവിടെ വയലിൻ്റെ സൈഡിലൂടെ ഒഴുകുന്ന ഒരു ചെറിയ തോട്, തോട്. അതിൻ്റെ സൈഡിൽ
കമുകിൻ പാടങ്ങൾ. കമുക് അങ്ങോട്ട് ദൂരേക്ക് നോക്കിയാൽ മുഴുവൻ കാണുന്നത് കമുകിൻ പാടങ്ങളാണ്. കമുകിൻ തോട്ടം. നിരനിരയായി വയലിലൂടെ നിൽക്കുന്ന ഇലക്ട്രിക് പോസ്റ്റുകളും ഇലക്ട്രിക് ടവറുകളും ഒക്കെ നമുക്കിവിടെ കാണാം. ഒരു കാറ് സീറിപ്പാൻ ചെയ്യുന്നുണ്ട്. അടുത്തൊരു മൈന എന്ന് പറഞ്ഞൊരു മൈന പറന്നുപോയി. വളരെ നമ്മൾ സ്ഥിരം കാണാത്ത രീതിയിലുള്ള, ഞാൻ കണ്ടിട്ടില്ലാത്ത പോലെയുള്ള നല്ല ഒരു ഭംഗിയുള്ള പ്രകൃതിയും ഭംഗിയുള്ള പ്രദേശവും. വയൽ, ഇലക്ട്രിക് കമ്പികൾ, കമുകിൻ തോപ്പുകൾ, ദൂരെ മഞ്ഞ് വീണ് കിടക്കുന്നു. ഇന്നലെ മുഴുവൻ ഇവിടെ മഴയായിരുന്നു. അതിൻ്റെ ഒരു ഡ്രോപ്പാണ് കാണുന്നത്. ന്യൂജൻ മക്കൾ പറന്നു പോകുന്നു ബൈക്കിൽ. ഇത് കിഴിശ്ശേരി കൊണ്ടോട്ടി റോഡാണ്. നമ്മളിവിടെ വന്ന് ഒരു 20 വർഷം മുമ്പ് ഞാൻ ഈ കിഴിശ്ശേരിയിൽ ജോലി ചെയ്തിട്ടുണ്ട്. അന്നുണ്ടായ സുഹൃത്താണ് കരുണാകരൻ. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്നപ്പോൾ എടുത്ത വീഡിയോ ആണിത്. ബമ്പിളി നാരങ്ങ എന്ന് നമ്മൾ പറയുന്ന നാരങ്ങ ഇത് ധാരാളം കായ്ച്ചു കിടക്കണം. ഇപ്പോൾ ധാരാളം ആൾക്കാർ നടക്കാൻ ഉപയോഗിക്കുന്ന വഴിയാണ്. എനിക്ക് തോന്നുന്ന വാഹനങ്ങൾ കുറവായതുകൊണ്ടായിരിക്കും ഈ വഴി തിരഞ്ഞെടുക്കുക. അത് തന്നെയല്ല, അത്യാവശ്യം നല്ല കയറ്റവും ഇറക്കവും ഒക്കെയുള്ള ഒരു വഴിയാണിത്. കശുമാവിൻ തലപ്പുകൾ, ധാരാളം കശുമാവുകളുള്ള ഒരു സ്ഥലം കൂടിയാണിത്. അവിടെ ഒരു ബംഗാളി അദ്ദേഹത്തിൻ്റെ മൊബൈലിൽ എന്തോ പരിപാടി പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് കരുണാകരൻ ഞങ്ങൾ വിളിക്കുന്ന KCB എന്ന് റിട്ടയർ ചെയ്ത സബ് എഞ്ചിനീയറാണ്. അദ്ദേഹത്തിൻ്റെ വീടാണിത്. ഇവിടെയാണ് ഞങ്ങൾ ഇന്നലെ രാത്രി സെറ്റിലായത്. ഒരുപാട് പണിയുണ്ട്. ഇവിടെ കണ്ട കാട്ടുകോഴിയെ കാണുന്നില്ല. ഇപ്പം കാട്ടുകോഴി പറഞ്ഞു. മലപ്പുറത്തും റബ്ബറും തോട്ടം. ഇടുക്കിയിലെ പോലെ, ഇടുക്കി കോട്ടയം പോലെ അല്ലേ? ഇതാണ് മലപ്പുറം എന്ന് പറഞ്ഞത്. മലപ്പുറം ജില്ല. ഓ, ഇവിടെ കീരിപ്പഴമൊക്കെ ഉണ്ടാവും. ഞാൻ ഇവിടെ